ഫ്രീ ദിവസം മൂന്നും ഒത്തുകൂടിയാൽ മാത്രമുള്ള കലാരൂപമാണ് കള്ളുകുടിയും ഒരുമിച്ചുള്ള മൂന്നിൻ്റെയും കിടത്തവും. ബദ്രി എഴുന്നേൽക്കുമ്പോൾ തന്നെ രണ്ട് സൈഡിലുമായി കമിഴ്ന്നു കിടന്നുറങ്ങുന്ന പ്രണവിനെയും വിജിത്തിനെയുമാണ് കണ്ടത്. എഴുന്നേറ്റിരുന്ന് പ്രണവിനെ ഒറ്റ ചവിട്ടായിരുന്നു. മൂക്കും കുത്തി ദേ കിടക്കുന്നു താഴെ. പിന്നെ വിജിത്തിനും കുറച്ചില്ല, അവനും കൊടുത്തു നല്ല അസലൊരു ചവിട്ട്. രണ്ടും നടുവിനെ കുത്തി എഴുന്നേറ്റ് നിന്നുകൊണ്ട് ബദ്രിയെ നോക്കി. നിനക്ക് വല്ല ബാധയും കൂടിയോടാ? മനുഷ്യൻ്റെ നല്ല ജീവൻ കളഞ്ഞു കാലമാടൻ. ഏട്ടൻ്റെ മാത്രമല്ല എൻ്റെയും നടുവുളിക്കുക എന്നാ തോന്നുന്നേ. അധികം നിന്ന് ചിലക്കാതെ പോയി റെഡിയാവാൻ നോക്കി രണ്ടും. നീ എന്താ ഞങ്ങളെയും കൊണ്ട് എവിടെയാ പോകുന്നേ? കുറച്ചായില്ലേ പുറത്തൊക്കെ ഒന്ന് ഒരുമിച്ച് പോയിട്ട്. വൈഷമോള് മിക്ക ദിവസവും പരാതി പറച്ചില്ല. അതുകൊണ്ട് ഇന്ന് എല്ലാവരെയും കൂട്ടി ഒന്ന് പുറത്തു പോകുമെന്ന് കരുതി. കൂടെ അവളെയും കൂട്ടിക്കോ. ആരെ? അവളില്ലേ ദുർഗ, അവളെ. ആട്ടമുണ്ട് നിന്റെ ചേട്ടന് നല്ല ആട്ടമുണ്ട്. വിജിത്ത് കേൾക്കാൻ മാത്രം കണക്കിന് പ്രണവ് പറഞ്ഞു. നിങ്ങളധികം ഇവിടെ നിന്ന് ആട്ടിക്കൊണ്ട് നിൽക്കാതെ വേഗം ഒരുങ്ങി വരാൻ നോക്ക്. ഇല്ലെങ്കിൽ ഇന്നത്തോടെ നിങ്ങളുടെ ആട്ടൻ ഏട്ടൻ നിർത്തും. പൊടാ പട്ടി. എന്താ രണ്ടും കൂടെ നിന്ന് പെറുപിറുക്കുന്നത്? അല്ല, വൈഷുവിനോട് എല്ലാവരോടും പറയേണ്ടേ റെഡിയാവാൻ. അത് ഞാൻ പറഞ്ഞോളാം. തൽക്കാലം രണ്ടും പോയി റെഡിയായി ഇങ്ങ് എത്തിയിട്ട് വേണം എനിക്ക് റെഡിയാവാൻ. അത്രയും പറഞ്ഞ് ബദ്രി വേഗം താഴേക്ക് പോന്നു. അപ്പം ഇന്ന് നമ്മുടെ മിഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയ അവസരമല്ലേടാ? അത് പിന്നെ പറയാനുണ്ടോ ഏട്ടാ? തൽക്കാലം ഏട്ടൻ വരും മുൻപ് റെഡിയായി നിൽക്കാം, ഇല്ലെങ്കിൽ പിന്നെ അതിനാവും അടുത്ത വഴക്ക്. അത്രയും പറഞ്ഞവർ റെഡിയാവാൻ തുടങ്ങുമ്പോഴേക്കും ബദ്രി താഴേക്ക് വന്നു. ആ, നീ എണീറ്റോ? അവർ രണ്ടാളും എന്തേ? ഞങ്ങളൊന്ന് പുറത്തു പോയാലോ എന്ന് കരുതി. കുറേ നാളായി വൈഷുമോള് പറയുന്നതാ. ഇന്നാണെങ്കിൽ എല്ലാവരും ഉണ്ടല്ലോ, അതുകൊണ്ട് പോകാമെന്ന് കരുതി. വൈഷുവിൻ്റെ റൂമിൽ ആരെയും കണ്ടില്ല. പുറത്ത് വല്ലതും നിൽപ്പുണ്ടെങ്കിൽ അമ്മയൊന്ന് പറ, 3 പേരോടും റെഡിയായി നിൽക്കാൻ. മോനെ, അവർ 3 ഇവിടെ ഇല്ല. ഇല്ലെന്നോ? എവിടെ പോയി? വൈഷുമോള് 2 കൂട്ടി പുറത്തു പോകണമെന്ന് പറഞ്ഞു. നിന്നോട് പറഞ്ഞിട്ട് പോകാൻ പറഞ്ഞതാ ഞാൻ. നീ സമ്മതിക്കില്ലെന്ന് കരുതി നിന്നോട് പറയണ്ട. പോയിട്ട് നേരത്തെ വരാമെന്ന് പറഞ്ഞ് കുറച്ചു മുൻപ് ഡ്രൈവറെ കൂട്ടി പോയി. അമ്മ എന്താ കാണിച്ചേ? അവർ 3 തനിച്ചു വിട്ടോ? എന്നോടൊരു വാക്ക് ചോദിക്കണ്ടായിരുന്നു അപ്പോൾ തന്നെ? അതിനവൾ സമ്മതിക്കേണ്ടേ? അതിനു മുന്നേ തന്നെ റെഡിയായി പോയി. എങ്ങോട്ടാ പോയെന്നറിയുമോ? അതൊന്നും പറഞ്ഞില്ല. ഫോൺ കൊണ്ടുപോയോ 3 പേരും? കൊണ്ടുപോയി. പിന്നൊന്നും പറയാതെ ബദ്രി മുകളിലേക്ക് പാഞ്ഞു. വൈഷുവിനെയും പ്രിയങ്കയും ഡ്രൈവിംഗ് ചെയ്യുന്നതിനിടയിൽ മാറി മാറി വിളിച്ചിട്ടും ഫോൺ എടുത്തില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഡ്രൈവർ രാജുവിനെ വിളിച്ച് അദ്ദേഹം വർഷങ്ങളായി കാളിയാർമഠത്തിലെ വിശ്വസ്തനായ ഡ്രൈവറായിരുന്നു. എൻ്റെ ബദ്രി, ഒന്ന് പതുക്കെ പോ. അവർ ബീച്ചിലുണ്ടെന്നല്ലേ രാജുവേട്ടൻ പറഞ്ഞത്. ഞങ്ങൾ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞതുകൊണ്ട് അവർ 3 എങ്ങോട്ടും പോകാതെ രാജുവേട്ടൻ തന്നെ നോക്കിക്കോളും. എന്നാലും ഒരു വാക്ക് പറഞ്ഞൂടെ അവളുമാർക്ക്? പോട്ടടാ, വൈഷുമോളുടെ ആഗ്രഹം കൊണ്ടല്ലേ പോയേ. അവളുടെ എന്താഗ്രഹം നടത്തിക്കൊടുക്കാനല്ലേ നമ്മളുള്ളത്. എന്നിട്ടൊന്ന് ചോദിക്കുകയോ പറയുകയോ ചെയ്തോ? ഇല്ലല്ലോ. അവൾ കുഞ്ഞല്ലേടാ. പിന്നെ അവളെ വിഷമിക്കേണ്ടെന്ന് കരുതിയാവും അവർ 2 കൂടെ പോയത്. നീ എന്തായാലും ഇതിൻ്റെ പേരിൽ വഴക്ക് പറയാനൊന്നും പോകണ്ട, കേട്ടല്ലോ. അതിനൊന്നും പറയാതെ ബദ്രി കാറ് മുന്നിലേക്ക് പായിച്ചു. കാറ് ബീച്ചിൻ്റെ അടുത്തുള്ള റോഡിന് പുറത്തായി നിർത്തിയതും തന്നെ വൈഷുവും രുദ്രയും പ്രിയങ്കയും അതിൽ നിന്നും ഇറങ്ങി. 3 പേരും മുന്നിലേക്ക് നടന്നതും പെട്ടെന്ന് പിന്നിൽ നിന്നും രുദ്ര എന്നുള്ള വിളി വന്നു. രുദ്രയ്ക്കൊപ്പം വൈഷുവും പ്രിയങ്കയും മുന്നിലേക്ക് നോക്കുമ്പോൾ അവർക്കെതിരെ നടന്നു വരുന്ന വിശാലിനെയാണ് കണ്ടത്. സാധാ ക്യാഷ്വലായ ഡ്രസ്സും ധരിച്ച് രുദ്രയ്ക്ക് നേരെ നോക്കി ചിരിച്ചുകൊണ്ട് വരുന്ന വിശാലിനെ കണ്ടതും രുദ്രയും പ്രിയങ്കയും കേൾക്കാൻ പാകത്തിന് വൈഷു പറഞ്ഞു, ഇനി ഇങ്ങേരുടെ കുറവേ ഉണ്ടായിരുന്നുള്ളൂ. അതെന്തായാലും ശരിയായി. വിശാൽ രുദ്രയുടെ അടുത്തായി വന്നു നിന്നുകൊണ്ട് ചോദിച്ചു, അല്ല നിങ്ങളെല്ലാവരും എന്താ ഇവിടെ? ഏട്ടൻ ഞങ്ങളെ കണ്ടിട്ടെന്താ തോന്നുന്നേ? ബീച്ച് കാണാൻ വന്നതല്ല എന്ന് വല്ലതും തോന്നുന്നുണ്ടോ? വൈഷു അത് പറയുമ്പോൾ വിശാലിനത് തീരെ ഇഷ്ടമായില്ലെങ്കിൽ കൂടെ രുദ്രയ്ക്ക് വേണ്ടി ഒരു ചിരി വരുത്തിക്കൊണ്ട് പറഞ്ഞു, പെട്ടെന്ന് നിങ്ങളെ 3 കണ്ടപ്പോൾ ചോദിച്ചെന്നേ ഉള്ളൂ. അല്ല സാറെന്താ ഇവിടെ? എൻ്റെ പഴയ ഫ്രണ്ട്സിനെ കുറച്ച് ദിവസം മുൻപ് കണ്ടു. പിന്നെ അവർക്കൊപ്പം സൺഡേ ഒന്ന് കറങ്ങാൻ ഇറങ്ങാമെന്ന് കരുതി അങ്ങനെ വന്നതാ. അല്ല ഋഷി ആരും വന്നില്ലേ കൂടെ? ഇല്ല, അവർ ഈയിടെയായി കുറേ ലീവ് എടുത്തുകൊണ്ട് ഡ്യൂട്ടി ഉണ്ട് ഇന്നും. ആ, ഞാനത് മറന്നുപോയി. ഇന്നലെ ഋഷി പറഞ്ഞിരുന്നു ആ കാര്യം. വിശാൽ രുദ്രയോട് സംസാരിച്ചിരിക്കുമ്പോൾ വൈഷുവിൻ്റെ ശ്രദ്ധ ഇടയ്ക്ക് ഐസ്ക്രീം കടയിലേക്ക് നീണ്ടു. ഏട്ടത്തി, ഞാനിപ്പോൾ വരാമേ. അത്രയും പറഞ്ഞ് പ്രിയങ്കയും കൂട്ടി ഐസ്ക്രീം വാങ്ങാൻ പോയതും വിശാൽ അവളെ നോക്കി ചോദിച്ചു, ആളൊരു വായാടിയാണല്ലേ, തനിക്ക് എങ്ങനെ പറ്റുന്നു അയാൾക്കൊപ്പം? ആള് പാവമാ, ഈ വായാടിത്തരം ഉണ്ടെന്നേ ഉള്ളൂ. ആളുള്ളത് കൊണ്ട് സമയം പോകുന്നത് അറിയുന്നില്ല. താൻ ഇന്ന് ആദ്യമായിട്ട് 2 വാക്കിൽ കൂടുതൽ എന്നോട് സംസാരിക്കുന്നത് പോലും. അതിനവളൊന്ന് ചിരിച്ചു. ഇനി വൈകിട്ടാണ് വീട്ടിലേക്ക് പോകുന്നത്.
ഇല്ല, കുറച്ചു നേരം കഴിഞ്ഞാൽ പോകും. വൈഷമോളുടെ ആഗ്രഹമായിരുന്നു, അതാ കൂടെ വന്നത്. തന്നെ ഇന്ന് ഈ ഡ്രസ്സിൽ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. മുൻപ് കണ്ടിട്ടുള്ളതിൽ വെച്ചൊരു പ്രത്യേക ഭംഗി ഫീൽ ചെയ്യുന്നുണ്ട് എനിക്ക്. അതിന് രുദ്ര അവനെ നോക്കി ഒന്ന് മൂളിക്കൊണ്ട് പറഞ്ഞു. എന്ന് ഞാൻ അങ്ങോട്ട് പൊയ്ക്കോട്ടെ, അവരെന്നെ തിരക്കുന്നുണ്ടാവും. ശരി, പൊയ്ക്കോ. അത്രയും പറഞ്ഞ് പിന്നിലേക്ക് രുദ്ര തിരിഞ്ഞു നടക്കാനാഞ്ഞതും റോഡിൽ കൂടെ പൊടി തെറിപ്പിച്ച് ചീറിപ്പാഞ്ഞൊരു വണ്ടി പോയതും അതിൽ നിന്ന് തെറിച്ച പൊടിപടലങ്ങൾ അവളുടെ കണ്ണിലേക്ക് വീണു. രുദ്ര കണ്ണുകൾ ഇറുക്കി അടച്ചുകൊണ്ട് അലറി വിളിച്ചു. വിശാൽ വേഗം അവൾക്കടുത്തേക്ക് വന്നുകൊണ്ട് ചോദിച്ചു, രുദ്ര, എന്തു പറ്റി? എന്തിനാ താൻ വിളിച്ചേ? എൻ്റെ കണ്ണിൽ എന്തോ പോയി, നല്ല നീറ്റൽ. ഞാനൊന്ന് നോക്കട്ടെ? അത് പറഞ്ഞ് രുദ്രയുടെ അടഞ്ഞ കണ്ണുകൾ തൊടാനാഞ്ഞതും അവൾ തടഞ്ഞു. വേണ്ട, ഞാൻ നോക്കിക്കോളാം. നേരെ കണ്ണു തുറന്ന് എന്തെന്ന് നോക്കാൻ പോലും കഴിയാത്ത താനാണോ കണ്ണിനകത്ത് എന്താന്ന് പോയെന്ന് നോക്കാൻ പോകുന്നേ? താൻ അടങ്ങി നിൽക്കൂ, ഞാൻ നോക്കി എടുത്തു തരാം. എന്തെന്ന്? ഇല്ലെങ്കിലേ അത് അവിടെ കിടന്ന് വേദന കൂടുകയേ ഉള്ളൂ. എങ്കിൽ വൈഷുവിനെയോ പ്രിയയോ വിളിക്ക്. ഞാൻ തന്നെ പിടിച്ചു വിഴുങ്ങത്തൊന്നും പോകുന്നില്ല. അവരെ വിളിച്ചാലൊന്നും കേൾക്കുന്ന ദൂരത്തിലല്ല ഉള്ളത്. അതുകൊണ്ട് ഞാൻ തന്നെ എടുത്തോളാം. ഇനി തനിക്ക് എതിർപ്പുണ്ടെങ്കിൽ എനിക്ക് പ്രശ്നമല്ല. അത്രയും പറഞ്ഞ് രുദ്രയുടെ ഇടത്തെ കണ്ണ് മെല്ലെ തുറന്ന് പിടിച്ച് അതിലേക്ക് വിശാൽ ഊതി. രുദ്രയ്ക്ക് അപ്പോഴേക്ക് നല്ല നീറ്റലുണ്ടായിരുന്നു. വൈഷു ഐസ്ക്രീം വാങ്ങി അങ്ങോട്ടേക്ക് വരുമ്പോൾ രുദ്രയുടെ കണ്ണിലേക്ക് ഊതുന്ന വിശാലിനെയാണ് കണ്ടത്. ഇയാളെന്തിനാ ഏട്ടത്തിയുടെ കണ്ണിൽ ഊതുന്നത്? ഇവരെങ്ങനെ നിന്നാൽ വേറെ വല്ലവരും വിചാരിക്കും ഇയാളെൻ്റെ ഏട്ടത്തി അമ്മയ്ക്ക് ഉമ്മ വയ്ക്കുവാണെന്ന്. ഇതെങ്ങാനും ഭദ്രയേട്ടൻ കണ്ടാൽ തീർന്നു. കാണേണ്ട ആള് കണ്ടടി. ഇനി ആരെയൊക്കെ കാര്യത്തിൽ എന്തൊക്കെ തീരുമാനമാവുമെന്ന് ദൈവത്തിനറിയാം. ആര് കണ്ടെന്ന ചേച്ചി പറയുന്നേ? ഭദ്രയേട്ടൻ. ഭദ്രയേട്ടനോ? അതിന് നമ്മൾ ഇവിടെ ഉണ്ടെന്ന് ഏട്ടൻ അറിയില്ലല്ലോ. അപ്പം പിന്നെ ഇവിടെ ഏട്ടൻ എങ്ങനെ വരാനാ? മുന്നിലേക്ക് നോക്കടി പൊട്ടി, ആരൊക്കെയാ നിൽക്കുന്നെന്ന്. വൈഷു മുന്നിലേക്ക് നോക്കുമ്പോൾ കണ്ടു ദേഷ്യത്തിൽ മുറുകുന്ന മുഖവുമായി നിൽക്കുന്ന ഭദ്രയെ. അവന് പിന്നിൽ ഒന്നും മനസ്സിലാവാതെ നിൽക്കുന്ന പ്രണവും വിജിത്തും. ദൈവമേ, ഏട്ടൻ നമ്മളിനി എന്ത് ചെയ്യും ചേച്ചി? നമ്മളായിട്ടൊന്നും ചെയ്യേണ്ടി വരില്ല. ചെയ്യാനുള്ളതെല്ലാം ഏട്ടൻ തന്നെ ചെയ്തോളും. പ്രണവ് വിജിത്തിനെ നോക്കി പറഞ്ഞു. ഈ തെണ്ടി എന്തിനാ ഇവിടെ വന്നത്? അവൻ എന്തിനാ രുദ്രയെ പിടിച്ചിരിക്കുന്നത്? ഇന്നവൻ മേടിച്ചു കൂട്ടും, ഒപ്പൻ്റെ പെങ്ങന്മാരും. ദൈവമേ, അവരെ നീ തന്നെ കാത്തോളണേ. അയാൾക്കിട്ട് 2 കൊടുത്താലും കുഴപ്പമില്ല. ഏട്ടത്തി പോകുന്നിടത്തൊക്കെ ഇയാൾക്കെന്താ കാര്യം? അല്ലേട്ടാ, പ്രശ്നം രൂക്ഷാകുമോ എന്നെൻ്റെ പേടി. കണ്ടിട്ട് അതിനുള്ള ചാൻസ് ഇല്ലാതില്ല. എന്തായാലും ആദ്യമേ കയറി ഇടപെടേണ്ട. ഫസ്റ്റ് അവൻ്റെ പ്രതികരണം എങ്ങനെയൊന്ന് നോക്കട്ടെ, എന്നിട്ട് മതി ബാക്കി. അത്രയും പറഞ്ഞ് പ്രണവ് മുന്നിലേക്ക് നോക്കി. എന്നാൽ അപ്പോഴേക്കും ഭദ്രയുടെ കണ്ണ് രുദ്രയെ ചേർന്ന് നിൽക്കുന്ന വിശാലിലായിരുന്നു. ഭദ്രയുടെ ദേഷ്യം രുദ്രയോട് ചേർന്ന് വിശാൽ നിൽക്കുന്നത് കാണും തോറും കൂടിക്കൊണ്ടിരുന്നു. ഭദ്രി പാഞ്ഞു വന്ന് വിശാലിന്റെ കഴുത്തിന് പിടിച്ച് മുന്നിലേക്ക് തള്ളി. വിശാൽ തിരിഞ്ഞു ഭദ്രയ്ക്ക് നേരെ ചീറാനാഞ്ഞതും ഭദ്രി അവന് നേരെ വിരൽ ചൂണ്ടി. അതൊരു വാണിംഗ് എന്ന പോലെ. എന്നാൽ ഈ സമയം കണ്ണു തുറന്ന രുദ്ര മുന്നിലേക്ക് നോക്കുമ്പോൾ കണ്ടു വിശാലിന് നേരെ വിരൽ ചൂണ്ടി നിൽക്കുന്ന ഭദ്രയെ. ഡാ, നീ എന്നെ തള്ളിയല്ലടാ. ഇനി ചിലപ്പോൾ നിന്നെ തല്ലിയെന്ന് വരും ഞാൻ. ഭദ്ര ഒരു കൂസലമില്ലാതെ അവനെ നോക്കി പറഞ്ഞു. നീ കളിക്കുന്നത് ആരോടാണെന്ന് ശരിക്കും അറിയില്ല നിനക്ക്. അതിന് ഭദ്രി അവനെ നോക്കി ഒന്ന് പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞു. നീ ആരാണെന്ന് അറിഞ്ഞിട്ട് എനിക്കൊരു ചുക്കവും ഇല്ല. പക്ഷെ മേലിൽ ഇവൾക്ക് പിന്നിലുള്ള നിന്റെ ഈ നടത്തമില്ലേ, അത് വേണ്ട. അതാ നിനക്ക് നല്ലത്. അത് പറയാൻ നീ ആരാ? കൂടിപ്പോയ 6 മാസം നിലനിൽക്കുന്ന ഒരു ബന്ധമല്ലേ നിങ്ങളുടേത്? അപ്പം പിന്നെ ഇതുവരെ നീ ഇവളോട് കാണിക്കാത്ത ഒരു അനുകമ്പയും ഇനിയും കാണിക്കണമെന്നില്ല. അത് പറയാൻ നീ ആരാ? നീ ഇവളുടെ ഭർത്താവാണോ? അല്ലല്ലോ. എന്നാൽ ഞാൻ ഇവളുടെ ഭർത്താവാണ്. മറ്റാരെക്കാളും ഇവളിൽ സ്ഥാനമുള്ളവൾ. പിന്നെ ഇവളോ ഡിവോഴ്സ് ചെയ്യുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞോ? ഇല്ലല്ലോ. അതുകൊണ്ട് ആവശ്യമില്ലാത്ത ചിന്തയും ഇട്ടുകൊണ്ട് നീ ഇങ്ങനെ ഇവളുടെ പിന്നാലെ വരണമെന്നില്ല. എൻ്റെ താലി ഇവളുടെ കഴുത്തിൽ കിടക്കുന്ന നാള് വരെയും ഇവളെൻ്റെ ഭാര്യയായിരിക്കും. നീ ഈ പറഞ്ഞതിനൊക്കെ മറുപടി തരാൻ ഈ വിശാലിനെ അറിയാഞ്ഞിട്ടല്ല. പക്ഷേ അതിനുള്ള സമയവും സ്ഥലവും ഇതല്ലാത്തത് കൊണ്ട് ഞാനൊന്നും പറയാതെ പോകുക. പക്ഷേ നിന്റെ താലി എന്ന് ഇവളുടെ കഴുത്തിൽ നിന്ന് വേർപെട്ടു പോകുന്നു അന്ന് ഞാൻ വരും. അന്ന് നിനക്ക് തരാനുള്ള എല്ലാത്തിനുള്ള മറുപടിയും ഉണ്ടായിരിക്കും എൻ്റെ കയ്യിൽ. ഓർത്തു വെച്ചോ നീ. ഓ ആയിക്കോട്ടെ. വിശാൽ ഭദ്രയെ ദേഷ്യത്തിൽ നോക്കിയ ശേഷം രുദ്രയെയും ഒന്ന് നോക്കിയിട്ട് അവിടെ നിന്നും പോയതും ഭദ്രയ്ക്ക് രുദ്രയുടെ നേരെ തിരിഞ്ഞോണ്ട് ചോദിച്ചു. നിന്നോട് ഞാൻ പറഞ്ഞതല്ലടി പന്ന മോളെ, എന്നോട് ചോദിക്കാതെ ഒരിടത്തും പോകരുതെന്ന്. ഇടത്തെ കണ്ണിടയ്ക്കിടെ ഈർഷ്യത്തോടെ ചിമ്മി തുറന്നുകൊണ്ട് രുദ്ര പറഞ്ഞു. വൈഷു നിർബന്ധിച്ചോണ്ടാ വന്നേ. അവളോട് പറ്റില്ലെന്ന് പറയാൻ കഴിഞ്ഞില്ല എനിക്ക്. ഇത് ലാസ്റ്റ്. ഇനി ഇമ്മാതിരി എന്തേലും ആവർത്തിച്ച അടിച്ചു നിന്റെ കരണം പുകയ്ക്കും ഞാൻ, പറഞ്ഞേക്കാം. എന്നിട്ട് അവളെ നോക്കി ചോദിച്ചു.
അവൻ എങ്ങനെ ഇവിടെ വന്നേ? നീ വിളിച്ചിട്ടാണോ വന്നേ? അല്ല. എങ്കിൽ നിനക്ക് തന്നെ കൊള്ളാം. അത്രയും പറഞ്ഞ് രുദ്രയെ തന്നെ വീണ്ടും നോക്കുമ്പോൾ അവൾ ഇടത്തെ കണ്ണ് തുറക്കാൻ ആയാസപ്പെടുന്നതാണ് കണ്ടത്. ബദ്രി അവൾക്കടുത്തേക്ക് വന്നുകൊണ്ട് ചോദിച്ചു, എന്താ പറ്റിയേ? കണ്ണിലെന്തോ പോയി. രുദ്ര പറഞ്ഞു തീരും മുൻപായി ബദ്രി അവളെ അവനോട് ചേർത്ത് പിടിച്ചു നിർത്തി കണ്ണിലേക്ക് ഊതിക്കൊടുത്തു. ഇതെല്ലാം കണ്ടു മാറി നിന്ന 4 പേരുടെയും കണ്ണുകൾ മിഴിഞ്ഞു വന്നു. ബദ്രി അവളിൽ നിന്നും അകന്നു മാറി മുന്നിലേക്ക് നോക്കുമ്പോൾ തനിക്ക് മുൻപിൽ നിരന്നു നിന്നു പ്രണവിനും വിജിത്തും വൈഷവും പ്രിയങ്കയും. എന്നാൽ ഒരു ഭാവവ്യത്യാസവും വരുത്താതെ അവരെ നോക്കിക്കൊണ്ട് പറഞ്ഞു, എന്ത് നോക്കി നിൽക്കുക എല്ലാവരും? വെറുതെ ഇവിടെ നിൽക്കാനാണ് പ്ലാൻ എങ്കിൽ നമുക്ക് തിരിച്ചു വീട്ടിൽ പോകാം. എന്തേ? ബദ്രിയോട് തിരിച്ചു വല്ലതും ചോദിക്കാൻ നിന്ന അവൻ അവരെയും കൂട്ടി വീട്ടിലേക്ക് പോകുമെന്ന് നന്നായി അറിയാവുന്നതുകൊണ്ട് അവർ ഒന്നും മിണ്ടിയില്ല. പിന്നെ രുദ്രയും കൂട്ടിക്കൊണ്ട് ബദ്രിയുടെ പിന്നാലെ തന്നെ ബീച്ചിലേക്ക് ചെന്നു. പിന്നെ അങ്ങോട്ട് വൈഷുവും പ്രിയങ്കയും രുദ്രയും പ്രണവും വിജിത്തും എല്ലാവരും ചേർന്ന് കടൽ തിരമാലകളിൽ കളിക്കാൻ തുടങ്ങി. പകുതിയോളം തങ്ങളെ മുത്തിയിട്ട് തിരിച്ചു പോകുന്ന കടൽ തിരമാലകളിൽ ഇറങ്ങി വീണ്ടും വീണ്ടും നനഞ്ഞുകൊണ്ട് തന്നെയായിരുന്നു അവരെല്ലാവരും. ബദ്രി ഇതെല്ലാം കണ്ട് കുറച്ച് മാറി തന്നെ നിൽപ്പുണ്ടായിരുന്നു. പ്രണവ് അത് കണ്ടതും വിജിത്തിനോട് പറഞ്ഞു, നീ പ്രിയങ്കയും കൊണ്ട് കുറച്ച് നേരത്തേക്ക് മാറി നിൽക്ക്. ഞാൻ വൈഷുവിന് എന്തേലും പറഞ്ഞു കൊണ്ടുപോകാം. ഇവിടെ രുദ്രയും അവനും മാത്രം മതി. പ്രണവ് വേഗം രുദ്രയുടെ കൂടെ നിന്ന് പ്രിയങ്കയെ വിളിച്ചു. പ്രിയ. അവൾ അവനെ തിരിഞ്ഞു നോക്കി. അവൻ അവളെ കണ്ണുകൊണ്ട് അടുത്തേക്ക് വിളിച്ചതും അവൾ അവൻ്റെ അടുത്തേക്ക് ചെന്നു. നമുക്ക് കുറച്ചു ദൂരം നടന്ന് സംസാരിച്ചാലോ? അവനത് പറയുമ്പോൾ അവൾ അവനെ അതിശയത്തോടെ നോക്കി. എന്താടോ എന്നെ ഇങ്ങനെ നോക്കുന്നേ? എന്തേ എൻ്റെ കൂടെ അല്പനേരം സംസാരിച്ച് നടക്കാൻ ഇഷ്ടമില്ലെന്നുണ്ടോ? വിജി എവിടെ വിളിച്ചാലും കൂടെ വരാൻ സന്തോഷമേ ഉള്ളൂ. എങ്കിൽ പിന്നെ താനെന്തിനാ മടിക്കുന്നേ? വാടോ. അത് പിന്നെ ഏട്ടന്മാരെന്ത് കരുതും? എല്ലാവരും ഇവിടെ ഉണ്ടായിട്ടും നമ്മൾ മാത്രം മാറി നടക്കുന്നത് കണ്ട? ഒന്നും കരുതില്ല. കാരണം പ്രണവേട്ടൻ എന്നോട് നിന്നെ എനിക്കൊപ്പം കൂട്ടിക്കൊണ്ടു പോകാൻ അനുവാദം തന്നത്. ഏട്ടനോ? നീ ഇങ്ങനെ ഇടയ്ക്ക് ഞെട്ടി ഞെട്ടി എന്നെ നോക്കണമെന്നില്ല. ഞാൻ സത്യമാ പറഞ്ഞേ. നീ അറിയാത്ത കുറച്ച് കാര്യങ്ങൾ കൂടി അപ്പം പറഞ്ഞു തരാം ഞാൻ. കാരണം ആ നേരത്തെ ഇതിലും വലുതായി ഞെട്ടലുള്ളതാ തനിക്ക്. അതും അത്രയും പറഞ്ഞ് അവളുടെ കയ്യിൽ പിടിച്ച് മുന്നിലേക്ക് നടക്കുമ്പോൾ ഒന്നും മനസ്സിലാവാതെ അവളും കൂടെ ചെന്നു. വിജിത്തും പ്രിയങ്കയും പോയി കഴിഞ്ഞതും വൈഷുവിൻ്റെയും രുദ്രയുടെയും അടുത്തേക്ക് വന്നുകൊണ്ട് പ്രണവ് വിളിച്ചു, ഡി കാന്താരി, നീ ഒന്ന് വന്നേ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. വൈഷുവിനെ നോക്കി പ്രണവ് പറഞ്ഞു, ഇവിടെ വെച്ച് പറഞ്ഞാലെന്താ? ഇതിവിടെ വെച്ച് പറയാൻ പറ്റാത്ത ഒരു കാര്യമാണ്. നിന്നോട് മാത്രം പറയേണ്ട സീക്രട്ട് ആയതുകൊണ്ടാണ് വരാൻ പറഞ്ഞേ. അത്രയും അവളെ നോക്കി പറഞ്ഞിട്ട് അവരെ നോക്കി നിൽക്കുന്ന രുദ്രയെ നോക്കി കണ്ണടച്ച് കാണിച്ചു. അപ്പോൾ തന്നെ അവൾക്ക് മനസ്സിലായിരുന്നു ബദ്രിയെയും അവളെയും ഒന്നിപ്പിക്കാനുള്ള എന്തോ പരിപാടിയാണെന്ന്. നീ ഒന്ന് വാ പെണ്ണേ, ഞാൻ പറയട്ടെ. അത്രയും പറഞ്ഞ് വൈഷുവിനെ പിടിച്ചു വലിച്ചുകൊണ്ട് പോകുമ്പോൾ അവൾ രുദ്രയെ നോക്കി പറഞ്ഞു, ഏട്ടത്തി ഇവിടെ നിൽക്കേ, ഞാൻ ഇപ്പോൾ വരാം കേട്ടോ. അത്രയും പറഞ്ഞ് പ്രണവിനൊപ്പം പോകുന്ന വൈഷുവിനെ ഒന്ന് നോക്കിക്കൊണ്ട് അവൾ വീണ്ടും ആ കടൽ തിരമാലയിലേക്ക് നോട്ടമെറിഞ്ഞു നിന്നു. ബദ്രി നോക്കുമ്പോൾ രുദ്ര മാത്രം അവിടെ നിൽക്കുന്നു. അവൻ അവൾക്കടുത്തേക്കായി വന്നു നിന്നുകൊണ്ട് ചോദിച്ചു, അവരൊക്കെ എന്തി? പ്രിയങ്കയെ വിജിയും വൈഷുവിനെ പ്രണവേട്ടനും കൂട്ടിക്കൊണ്ട് പോയി. ഇപ്പം വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനൊന്ന് മൂളിക്കൊണ്ട് ബദ്രി കുറച്ചുകൂടെ മാറി ഒരിടത്തേക്ക് വന്നു. ആ പൂഴിമണലിലായിരിക്കുമ്പോൾ അവനിൽ നിന്ന് കുറച്ചകലം പാലിച്ച് അവളും ഇരുന്നു. രുദ്ര ഇടയ്ക്കിടെ ബദ്രിയെ പാളിയൊന്ന് നോക്കി. എന്നാൽ ബദ്രി അവളെ നോക്കാതെ കടലിലേക്ക് തന്നെ നോട്ടമെറിഞ്ഞു. രുദ്രയും പിന്നെ അവനിലെ നോട്ടം മാറ്റി മുന്നിലേക്ക് നോട്ടമെറിഞ്ഞിരിക്കുമ്പോൾ ബദ്രി അവളെ ഒന്ന് നോക്കി. കടൽക്കരയിലെ ഇളം തണുത്ത കാറ്റിൽ അവളുടെ മുടിയിഴകൾ പാറി പറന്ന് മുഖത്തേക്ക് വീഴുന്നത് പോലും അറിയാതെ അവൾ കടലിലേക്ക് ഉയർന്നു പൊങ്ങി വരുന്ന തിരമാലകളെ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു. നിലത്തൂന്നി വെച്ചിരിക്കുന്ന അവളുടെ കരങ്ങളിൽ തൊടാനും അവളുടെ മുഖത്തേക്ക് ഓരോ നിമിഷവും വീണ് ശല്യം ചെയ്യുന്ന മുടിയിഴകളെ മാടി ഒതുക്കാനും അവൻ്റെ ഹൃദയം വല്ലാതെ ആഗ്രഹിക്കുന്നത് പോലെ. അവളുടെ മാത്രം സാമീപ്യത്തിൽ അവനെ തന്നെ നഷ്ടമാകുന്നില്ലേ എന്നൊരു തോന്നൽ. ഇന്നുവരെ ആരോടും തോന്നാത്ത തരം എന്തോ ഒന്ന് അവളിലേക്ക് അവനെ വലിച്ചടിപ്പിക്കുന്നത് പോലെ. എത്രയൊക്കെ നിയന്ത്രിച്ചിട്ടും അവൻ്റെ കരങ്ങൾ അവളിലേക്ക് തന്നെ നീണ്ടു. അവൻ പോലും അറിയാതെ അവൻ്റെ കരങ്ങൾ അവളുടെ പൂഴിമണ്ണിൽ പതിഞ്ഞിരിക്കുന്ന കരങ്ങൾക്ക് മീതെ മുറുകി. രുദ്ര ഒന്ന് ഞെട്ടിക്കൊണ്ട് തൻ്റെ കയ്യിലേക്ക് നോക്കുമ്പോൾ അതിൽ ബദ്രിയുടെ കരങ്ങൾ പതിഞ്ഞിരിപ്പുണ്ട്. ചുണ്ടിലൂറിയ സന്തോഷത്തിൻ്റെ ചിരി അവളിൽ വല്ലാതെ ലഹരി പടർത്തി. അവൾ അവനെ തല ഉയർത്തി നോക്കിയതും തന്നെ അവൻ അവളിൽ പിടിച്ച കരങ്ങളിൽ അവളിൽ നിന്നും മെല്ലെ അടർത്തി മാറ്റി. എന്നിട്ട് വേഗം ഫോൺ കയ്യിലെടുത്ത് അതിലേക്ക് മിഴികൾ ഊന്നിയിരിക്കുമ്പോഴും രുദ്ര അവനെ തന്നെ ഇമചിമ്മാതെ നോക്കിയിരുന്നു.